മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇതുപോലെയുള്ള വിഷയങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലർക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം ഇതൊക്കെ ഇത്ര റിലവൻ്റ് ആണോ എന്ന്. അങ്ങനെ തോന്നുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. പലപ്പോഴും പലരും ഇതുമാതിരിയുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഒരു ചെറിയ മെമ്മറി പെഗ് മാതിരി ഒരു കാര്യം ഇട്ടുകൊടുത്താൽ ചിലപ്പോൾ അത് ചിന്തിക്കാൻ ഒരു അവസരം നൽകും. ഇന്നലെ വൈകുന്നേരം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ ചെന്ന് 40 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 20 + 20 2 നോട്ടുകൾ കയ്യിലുണ്ടായിരുന്നിട്ട് ഞാൻ പറഞ്ഞു 1 കിലോ സവാളയും ബാക്കി പൈസയ്ക്ക് ഉരുളക്കിഴങ്ങും തരാൻ പറഞ്ഞു. അപ്പം അയാൾ ചോദിച്ചു, സാറേ 1 കിലോ സവാളയ്ക്ക് 12 രൂപയേ ഉള്ളൂ, 1 കിലോ ഉരുളക്കിഴങ്ങിന് 15 രൂപയേ ഉള്ളൂ, ബാക്കി കുറേ ഉണ്ടല്ലോ, അപ്പം എന്താ വേണ്ടേ ചോദിച്ചു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞു, കാര്യം ചെയ്യാം, 1 കിലോ സവാളയും ബാക്കിയുള്ളതിന് ഉരുളക്കിഴങ്ങൻ തരാൻ പറഞ്ഞു. അയാൾ എന്നോട് പറഞ്ഞൊരു വരിയുണ്ട്, സാറേ സവാളയ്ക്ക് 12 രൂപയേ ഉള്ളൂ, ചെറിയ ഉള്ളിക്ക് 60 രൂപയാണ് സാറേ വില. അത് പറഞ്ഞാൽ വളരെ ഇതായിട്ട് തോന്നി എനിക്ക്. എന്നിട്ട് ഞാൻ അയാളോട് ചോദിച്ചു, ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന വിലകൾ, അരി ഒരു അരിക്ക് 87 രൂപയുണ്ട്, വേറൊരു തരം അരിക്ക് 55 രൂപയുണ്ട്, 52 രൂപയുണ്ട്, 47 രൂപയുണ്ട്, 38 രൂപയുണ്ട്, 33 രൂപയുണ്ട്, ചില അരിക്ക് 27 രൂപയേ ഉള്ളൂ. ഒരു അല്പസ്വല്പം ടേസ്റ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഈ 10, 15, 20 രൂപ 1 കിലോവിന് വ്യത്യാസമുള്ളത്. പിന്നെ എബവ് പോവർട്ടി ലെവലിലും ബിലോ പോവർട്ടി ലെവലിലും ഉള്ളവർക്ക് 4 കിലോ അരി റേഷൻ കടയിൽ നിന്ന് വളരെ മിതമായിട്ടുള്ള വിലയ്ക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ മാർക്കറ്റിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ഒത്തിരി തരം വെജിറ്റബിളുകൾ, ഒത്തിരി തരം പച്ചക്കറികൾ, ചിലത് കോസ്റ്റ്ലി ഉണ്ട്. ബീറ്റ്റൂട്ട് വളരെ കോസ്റ്റ് കുറവാണ്. ചില അനവധി തരം പച്ചക്കറികൾ വളരെ വില കുറവായത് ഞാൻ ഇന്നലെ കാണുകയുണ്ടായി. വില വളരെ കൂടിയ പച്ചക്കറികളുമുണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞത് ഒരു ചെറിയ കാര്യം അറിയിക്കാനാണ്. പത്രമാധ്യമങ്ങളിൽ നമ്മുടെ പലവ്യഞ്ജനങ്ങളുടെയും ബാക്കിയുള്ളതിൻ്റെയും വില വേഗത്തിൽ കൂടുന്നു, ജനങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാവുന്നു എന്ന വാർത്ത വന്നപ്പോൾ നമ്മൾ എന്നും ഒരേ തരം പച്ചക്കറി കഴിക്കണം അല്ലെങ്കിൽ വില കുറഞ്ഞത് കഴിക്കണം എന്ന അർത്ഥത്തിലല്ല. ഒരു പിടി ചീരയ്ക്ക് 10 രൂപയ്ക്ക് കിട്ടും. ഒരു പക്ഷേ 1 കിലോ തൂരപ്പരിപ്പിന് 140 രൂപയോ മറ്റോ ഉണ്ടായിരുന്നു വരാം. നമ്മൾ ദിവസവും ഈ പച്ചക്കറികളുടെ നേച്ചർ ഒന്ന് മാറ്റുകയാണെങ്കിൽ കേരളത്തിലുള്ള അത്രയും ഭക്ഷ്യവിഭവങ്ങൾ, കറികൾ എനിക്ക് തോന്നുന്നു ലോകത്തിന് മറ്റൊരിടത്തും ഉണ്ടാവാൻ സാധ്യതയില്ല. അത്രയും അധികം ഭക്ഷ്യവിഭവങ്ങൾ വിവിധ തരത്തിലുള്ള പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളുടെ ഭാഗങ്ങളും ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ കാര്യങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ, ആവശ്യത്തിന് മിതമായ അളവിൽ വാങ്ങിക്കുകയാണെങ്കിൽ, വിലയും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി അധികം വില കൂടുന്നു എന്ന അവസ്ഥയെ അതിജീവിക്കാൻ സാധിക്കും. വില കൂടുന്നു എന്ന അവസ്ഥയെ അതിജീവിക്കാൻ സാധിക്കും. എല്ലാം ചീപ്പായിട്ട്, എല്ലാ ദിവസവും ചീപ്പായിട്ടുള്ളത് കഴിക്കണമെന്ന അർത്ഥമേ ഞാൻ പറഞ്ഞതിലില്ല. ഞാൻ പറഞ്ഞത് ഒന്ന് മാത്രമേ ഉള്ളൂ, എത്രത്തോളം നമുക്ക് വില കുറഞ്ഞ കാര്യങ്ങൾ കിട്ടുമോ. ചക്ക ധാരാളം ലഭ്യമായ സമയമാണ്, മാങ്ങ ലഭ്യമായ സമയമാണ്, വാഴപ്പൂവ്, വാഴത്തട ലഭ്യമായ ദിവസങ്ങളാണ്. ഇതെല്ലാം നല്ല കായ ലഭ്യമായ ദിവസമാണ്. ചില കിഴങ്ങുകൾ വലിയ കോസ്റ്റ്ലി അല്ലാത്ത കിഴങ്ങ് വർഗ്ഗങ്ങളുടെ, ഉരുളക്കിഴങ്ങിനൊക്കെ വളരെ ചീപ്പാണ്. ചീര അത്ര കോസ്റ്റ്ലി അല്ല. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി ഐറ്റങ്ങൾ 10, 20 രൂപയ്ക്കിടയ്ക്ക് വില വരുന്ന
വെജിറ്റബിൾസ് ഉണ്ട്. ഞാൻ ദൂരെ മാറി നിന്നുകൊണ്ട് നിങ്ങളോട് പറഞ്ഞതല്ല. ഞാൻ മാർക്കറ്റിൽ പോയിട്ട് ഇന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് വെരിഫൈ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ വെരിഫൈ ചെയ്തതാണ്. ഇന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് വെരിഫൈ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മൾ വില കൂടുന്ന പ്രതിഭാസത്തെ അറിഞ്ഞോ അറിയാതെയോ സപ്പോർട്ട് ചെയ്യുന്നതാണ് വില കൂടിയ സാധനത്തിലേക്ക് തന്നെ നമ്മൾ പോകുന്നത്. വൈവിധ്യമാർന്ന വെജിറ്റബിൾസ്, വൈവിധ്യമാർന്ന ഇലക്കറികൾ, വൈവിധ്യമാർന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ എല്ലാം കേരളത്തിലുണ്ട്. അതൊന്ന് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ വിലക്കയറ്റത്തിനെ ശപിച്ചുകൊണ്ട് വേണ്ടാത്ത രീതിയിലുള്ള എക്സ്പെൻഡിച്ചറുകൾ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ട് നമുക്ക് ധന്യമായിട്ടുള്ളൊരു ഡേ ടു ഡേ ലൈഫ് നടത്താൻ സാധിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കാം. എന്നിട്ട് ഏതിൻ്റെയൊക്കെ വില പിന്നീട് കുറയുന്നോ അതനുസരിച്ച് വെജിറ്റബിൾസും ബാക്കിയുള്ളതിൽ മാറ്റവും ഉണ്ടാക്കാൻ ശ്രമിക്കുക. സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.